ഹലോ കമ്മ്യൂണിറ്റി, എല്ലാവർക്കും സുഖമാണോ? കുറച്ച് നാളായി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസിലോട്ട് പോയിട്ട്. അപ്പോൾ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടെ സെറ്റിലായോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു. അതൊന്നുമില്ല, തിരിച്ച് വന്നു. ഞാനൊരു മെയ് 3 ആയപ്പോൾ തിരിച്ച് വന്നിരുന്നു. പിന്നെ കൺസൾട്ടേഷനൊക്കെ നടക്കുന്നുണ്ട്. ഓൺലൈനിലാണ് കൂടുതലും നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വൃന്ദാവനമൊക്കെ ഇവിടെയല്ലേ. വൃന്ദാവനവും വൈകുണ്ഠത്തിന് പാരലായിട്ടുള്ള സ്ഥലവും ഗോലോകത്തിന് പാരലായിട്ടുള്ള വൃന്ദാവനമൊക്കെ ഇന്ത്യയിലല്ലേ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, കുറച്ച് പേർക്ക് അറിയായിരിക്കും, ഞാൻ വൃന്ദാവനത്തിലൊരു ചെറിയൊരു പ്ലോട്ട്, അത് രാധാകുണ്ട് എൻ്റെ അടുത്താണ്, ഗോവർദ്ധൻ ഗിരിയുടെയൊക്കെ അടുത്തായിട്ട് വരും. ഒരു സ്മോൾ പ്ലോട്ട് വാങ്ങിക്കാൻ പറ്റി. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അവിടെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറ്റുന്നതല്ല. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ അതുമായിട്ട് കണക്റ്റഡായി, ഒരു അമ്പലമായിട്ട് കണക്റ്റഡായിട്ടുള്ള പ്ലേസാണ്. അഗ്രഹാരം പോലെ കുറച്ച് രാധാകൃഷ്ണ ടെമ്പിൾ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡാണ്. അപ്പം മേ ബി ഫ്യൂച്ചറിൽ ഇനി ചിലപ്പോൾ ഇനി അവിടെ എങ്ങാണോ ആയിരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ബ്രദർ സിസ്റ്ററൊക്കെ വിളിക്കാറുണ്ട് അവിടെ ഓസ്ട്രേലിയയിൽ പോയി സെറ്റിലാവാൻ. പക്ഷേ മൈൻഡ് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു പാത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഭഗവാനായിട്ട് ഗൈഡ് ചെയ്യുമായിരിക്കും. നമുക്കറിയില്ലല്ലോ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക, അതിനുള്ള ആൻസേഴ്സ് ഒക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു.